ഇസ്രായേലിനെതിരായ ഇറാന്റെ പ്രത്യാക്രമണം ഉടനെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമാവുന്നു. ഇസ്രായേലിന് സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൾഫ് മേഖലയിൽ പടയൊരുക്കം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് US. നേരത്തെ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ അയച്ച അമേരിക്ക കഴിഞ്ഞ ദിവസം മിസൈൽ വിക്ഷേപിക്കാവുന്ന മുങ്ങിക്കപ്പലും പശ്ചിമേഷ്യയിലേക്ക് അയച്ചു. USS ജോർജിയയാണ് ഈ മിസൈൽ ശേഷിയുള്ള അന്തർവാഹിനി. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. ഇസ്രായേലിന് പൂർണ്ണ സംരക്ഷണം നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് US ഇസ്രായേലിനെ അറിയിച്ചു. വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടതായി ഓസ്റ്റിൻ പറഞ്ഞു. മുതിർന്ന ഹിസ്ബുള്ള നേതാക്കളും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയും കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് US ഭയക്കുന്നത്. ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തിയേക്കാമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിലേക്ക് ആക്രമണം ശക്തിപ്പെടുത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇറാനെ പിന്തുണച്ച് പരസ്യമായി ചൈന രംഗത്തെത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇറാന് പ്രത്യാക്രമണം നടത്താൻ അവകാശമുണ്ടെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ചൈന. ഇസ്മായിൽ ഹനിയ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ജൂലൈ 31 ഇറാനിലെത്തിയപ്പോഴാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പകരമായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി അറിയിച്ചിരുന്നു. ഇറാനിൽ നിന്നുള്ള ഏതു ആക്രമണത്തിലും ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്ക. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ മേഖലയിൽ നേരത്തെ എത്തിയിരുന്നു. F-35C യുദ്ധവിമാനങ്ങൾ ഈ കപ്പലിലുണ്ട്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ വലിയ വിലയൊടുക്കേണ്ടി വരുമെന്ന് US, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ തെഹ്റാന് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഭയപ്പാടിലാണ് ഇസ്രായേൽ. സുരക്ഷാ നടപടികൾ രാജ്യം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാർക്കും ഉന്നത സൈനികോദ്യോഗസ്ഥർക്കും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വിസ് എയർലൈൻസ്, ലുഫ്താൻസ, എയർ ഫ്രാൻസ്, ട്രാൻസാവി ഉൾപ്പെടെ വിവിധ വിമാന കമ്പനികൾ തെല്ലവീവ്, തെഹ്റാൻ, ബെയ്റൂത്ത് സർവീസുകൾ റദ്ദാക്കി. എന്നാൽ ഹനിയയുടെ കൊല ഇറാന്റെ പരമാധികാരത്തിനു നേരെയുള്ള ലംഘനം തന്നെയാണെന്നാണ് ചൈന പ്രതികരിച്ചത്. പ്രത്യാക്രമണം നടത്താൻ ഇറാന് അവകാശമുണ്ടെന്നും ചൈന വ്യക്തമാക്കി. ഗസയിൽ ഇസ്രായേൽ ആക്രമണം ഇടതടവില്ലാതെ തുടരുകയാണ്. വ്യോമാക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 25 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ഇതുവരെ 39,897 ഫലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. 92,152 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ മുന്നറിയിപ്പിനെ തുടർന്ന് 10,000 ഒഴിയാൻ നിർബന്ധിതരായ ഖാൻ യൂനിസിൽ സ്ഥിതി അതീവ ദയനീയമാണ്. വ്യാഴാഴ്ച നടക്കുമെന്ന് കരുതുന്ന പുതിയ വെടിനിർത്തൽ ചർച്ചയും പ്രതിസന്ധിയിലാണ്. US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടതെന്ന നിലപാടിലാണ് ഹമാസ്. Waytonikah.com, the exclusive Muslim matrimonial site.